നമസ്കാരം. കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾക്ക് ശേഷം ആശാവഹമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 2025 ഡിസംബറോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി ദേശീയപാത 66 യാഥാർത്ഥ്യമാകും എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. 2025 മെയ് മാസത്തോടെ പല സ്ട്രെച്ചുകളുടെയും പണി പൂർത്തിയാകും. ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി 5580 കോടി സംസ്ഥാനം ചിലവഴിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായാണ് LDF കാണുന്നത്. പല കാരണങ്ങളാൽ വൈകിയ 7 റോഡ് പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 20 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് 17 പദ്ധതികൾ സംസ്ഥാനം മുന്നോട്ട് വെച്ചതിനോട് കേന്ദ്രം അനുകൂല സമീപനം സ്വീകരിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. മലാപ്പറമ്പ് പുതുപ്പാടി മുത്തങ്ങ, കൊല്ലം ആഞ്ഞിലിമൂട്, കോട്ടയം പൊൻകുന്നം, മുണ്ടക്കയം കുമളി, ഭരണിക്കാവ് മുണ്ടക്കയം, അടിമാലി കുമളി എന്നിങ്ങനെ 460 കിലോമീറ്റർ വരുന്നതാണ് പുതുതായി ജീവൻ വയ്ക്കുന്ന 7 പദ്ധതികൾ. ഭാവി വികസനത്തിൽ 17 പാതകൾ പ്രധാനപ്പെട്ടതായി ഇപ്പോൾ കണക്കാക്കുന്നു. ഇത് തുറമുഖം, വിമാനത്താവളം എന്നിവയുമായി കണക്ടിവിറ്റി വരുന്നതാണ്. പുനലൂർ ബൈപ്പാസ്, NH 744, NH 66 കോഴിക്കോട് എയർപോർട്ട് റോഡിൽ എലിവേറ്റഡ് ഹൈവേ എന്നിവ പരിഗണിക്കും. ദേശീയപാതയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പാതയുടെ നവീകരണം, NH 66 പരാതികളിന്മേലുള്ള ചർച്ച, തിക്കോടിയിൽ അണ്ടർപാസ് നിർമ്മാണം, വിഴിഞ്ഞത്ത് തിരുവനന്തപുരം തലക്കോട് നിന്നുള്ള പാതയുടെ വികസനം എന്നിവയിൽ അനുകൂലമായ നിലപാട് കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NH 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്ററിൽ 6 വരി പാത 2026 മാർച്ച് വരെ നീളുമെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. കേരളത്തിന് ഇതുവരെ അനുവദിച്ച 40 ദേശീയപാത പദ്ധതികളിൽ ഇതുവരെ പൂർത്തിയായത് 12 എണ്ണമാണ്. ബാക്കിയുള്ള 28 പദ്ധതികളുടെ നിർമ്മാണം പല ഘട്ടങ്ങളിലായി നിൽക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ആവശ്യമെന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള തുക കെട്ടിവെക്കുന്നതിന് പകരം സിമന്റ്, കമ്പി തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ SGSTയും മണൽ, ചല്ലി എന്നിവയുടെ റോയൽറ്റിയും ഒഴിവാക്കുക എന്നതുമാണ്. 7 പദ്ധതികളിൽ അലൈൻമെന്റ് മാറ്റി 4 വരി ആക്കുവാനുള്ള സംസ്ഥാന നിർദ്ദേശം കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ NH 966 അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കും. രാമനാട്ടുകരയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളം വരെയുള്ള 9.5 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ പദ്ധതിയുടെ പ്രാഥമിക പരിശോധന ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാത 66 വിവിധ റീച്ചുകളുടെ നിർമ്മാണ പുരോഗതി ഒന്ന് നോക്കാം. ചെങ്കള നീലേശ്വരം 58.5% പൂർത്തിയായിട്ടുണ്ട്. നീലേശ്വരം തളിപ്പറമ്പ് 50%, തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാടി 58.8%, അഴിയൂര് വെങ്കുളം 45.7%, കോഴിക്കോട് ബൈപ്പാസ് 76%, കോട്ടുകുളങ്ങര കൊല്ലം ബൈപ്പാസ് 55%, തലപ്പാടി ചെങ്കള 74.7%, രാമനാട്ടുകര വളാഞ്ചേരി ബൈപ്പാസ് 80%, വളാഞ്ചേരി ബൈപ്പാസ് കരിപ്പാട് 82%, കരിപ്പാട് തളിക്കുളം 49.7%, തളിക്കുളം കൊടുങ്ങല്ലൂർ 43%, പറവൂർ കോട്ടുകുളങ്ങര 44.4%, കൊല്ലം ബൈപ്പാസ് കടമ്പാട്ടുകോണം 50%, കടമ്പാട്ടുകോണം കഴക്കൂട്ടം 35.7% എന്നിങ്ങനെയാണ് ഇപ്പോഴുള്ള NH 66 വിവിധ പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയായ കണക്കുകൾ. ദേശീയപാത നിർമ്മാണത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് മണലിൻ്റെ ലഭ്യത ആണ്. വിവിധ ജലാശയങ്ങളിൽ നിന്ന് മണ്ണ് എടുക്കുന്നതിനുള്ള അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുവാൻ സംസ്ഥാനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. 7ഓളം ജലാശയങ്ങളിൽ നിന്ന് മണ്ണെടുക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അനുമതി ചോദിച്ചിട്ടുണ്ട്. അഷ്ടമുടി, വേമ്പനാട്ടുകായൽ എന്നിവിടങ്ങളിൽ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ജനകീയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീരുമാനം ഉണ്ടാകുവാനുള്ള നടപടികൾ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. 17,293 കേസുകളാണ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത്. NH 66 വേണ്ട ഭൂമി ഏറ്റെടുക്കലിൻ്റെ 90 മുതൽ 95% വരെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. NH 966 1065 കോടി, NH 66 237 കോടി എന്നിവ ഹൈവേ അതോറിറ്റി കേരളത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 1
കിലോമീറ്റർ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ 45 മുതൽ 50 കോടിയും നിർമ്മാണത്തിന് 45 കോടിയുമാണ് ചിലവ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. സെൻട്രൽ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് കീഴിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം 2979.5 കോടിയുടെ പദ്ധതികൾ കേന്ദ്രം അനുവദിച്ചു. ഇതിൽ 1925.56 കോടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 80% മുകളിൽ പൂർത്തിയായ പദ്ധതികളെല്ലാം മാർച്ച് 31 മുൻപ് പൂർത്തീകരിക്കുവാനാണ് ഹൈവേ അതോറിറ്റി ശ്രമിക്കുന്നത്. ഇതൊക്കെയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പുതിയ വാർത്തകൾ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.